ഹലോ ഗായ്സ്, നമ്മൾ വേൾഡ് പോയി ഗൈസ്. എൻ്റെ കഥ ഞാൻ രാവിലെ നിന്ന് എണീച്ച് നോക്കിയപ്പോൾ ആ വേൾഡ് കാണുന്നില്ല. ഞാൻ കുറേ നേരം തപ്പിയിട്ട് ആകെ കിട്ടിയത് ആ കോപ്പി ഓഫ് മൈ വേൾഡ് ആണ് ഗൈസ്. അതിൽ നമ്മളൊരു കോപ്പും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് ഇതാണ് ഗൈസ്. നമ്മൾ ആ ഡയമണ്ട് മോലും മൈൻഡ് ചെയ്തിട്ടില്ല, ഡയമണ്ട് ആർമർ ആയിട്ടില്ല, ടൂൾസ് ആയിട്ടില്ല, പോർട്ടൽ നമ്മൾ ചെയ്തിട്ടില്ല. മൈനിങ് ഏരിയ സെറ്റാണ്. അതിലൊക്കെ മൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഗൈസ് എന്ത് ചെയ്യണം ഗൈസ്? അപ്പോൾ നമുക്ക് ഇനി എല്ലാം ആദ്യം തൊട്ട് മൈനിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒരു അയൺ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഹെൽത്തും ഇല്ല. എൻ്റെ തെറ്റുകാരനാണ് ഗൈസ് സംഭവിച്ചത്. ഞാനിത് പൊട്ടണ വഴി മൈൻഡിങ് കാണുന്നത്. ആരുണ്ടാ ഇവിടെ? നിക്കടാ അവിടെ, നീയൊക്കെ കാരണം എൻ്റെ ആർമർ പോയതല്ല ഗൈസ്. എൻ്റെ അവന്മാരെയൊക്കെ കൊന്നിട്ട് വേണം ഓർഡർ. പക്ഷെ നമ്മളിതുവരെ പോർട്ടലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. വേണ്ട ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് നമുക്ക് എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് ഫുഡ് ഫാം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കൊന്നിട്ടിരിക്കും. പശുവാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. കാരണം നമ്മൾ എൻചാൻറ്റിങ് ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ പശുവിന് ഇത് വേണം ഗൈസിലേക്ക് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ. ഇവിടെ പൈസ എനിക്ക് ഒട്ടില്ലാക്കില്ല. അപ്പോൾ ഞാൻ മൈനിങ്ങിന് മുമ്പ് കണ്ടു ഒരു മാങ്ങാത്തുലിങ്കില്ല. ടോർച്ച് എടുത്തില്ല. ഒരു വേണം കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ വലിപ്പിച്ച്. എനിക്ക് വേൾഡ് പോലെ വിഷമമൊന്നുമില്ല. നന്നായി സങ്കടം. നിങ്ങളെ
നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മുമ്പിൽ എനിക്ക് ഡയമണ്ട് കിട്ടുമൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാർ വീണ്ടും ക്രിയേറ്റീവ് എന്ന് എടുത്താണ്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു ക്രിയേറ്റീവ് അല്ല, ഇതെല്ലാം എല്ലാം സർവൈവലാണ്. ഒരു ടോർച്ച് കിട്ടിയിരുന്നു. ടോർച്ചില്ല, വലിപ്പിച്ചു. ഇവിടെ ഞാനൊരു ആക്സ് ഉണ്ടാക്കിയത്. ലീഡ് ഗൈസ്, ഇത് സോംബി വില്ലേജറില്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ ഒരു വില്ലേജറിനെ സോംബി കടിച്ചു. കൃത്യ ടൈമിങ് എൻ്റെ. നമ്മുടെ ചേട്ടൻ ജോയിൻ ആയി. മയ്യ നൈറ്റല്ലേ? പോ, എവിടെ പോ? അത്യാവശ്യം നമ്മുടെ വേൾഡ് പോയിനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ വേൾഡ് പോയിനെ പറ്റി. അപ്പം മഴയല്ലേ, ബഗ്ഗാണ് നിങ്ങൾക്ക്. ഓ ആക്സിഡന്റ് ആക്സിഡന്റ് കിടന്നോ? ക്രീപ്പറും മോഞ്ചി 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 എനിക്ക് വല്ലാതപ്പോൾ നീ എടാ നീ കാരണമാണ്. പക്ഷെ എനിക്ക് മുമ്പേ കിടന്നിരുന്നെങ്കിൽ. ആ വീട്ടിൽ കയറാം, നമുക്ക് ആ വീട്ടിൽ കയറാം. സ്റ്റീക്കോട്ടെടുക്കുന്നു കള്ളൻ കള്ളൻ തോന്നി.
അപ്പൊ നീ പറയണ നമ്മുടെ വേൾഡ് പോയിന്നാ? അപ്പൊ നിനക്ക് മനസ്സിലായില്ല? ഞാൻ കുറെ ദിവസം ഇത് കയറിയിട്ട് നമുക്ക് പണ്ടത്തേക്കാളും ഫേവറായിട്ട് തിരിച്ചു തരാം. മൈനിങ്ങിന് പോവാ. എവിടെ ഇവിടെ മറ്റേ വാണ്ടർ തീർക്കണമല്ലോ ഇതിനകത്തല്ല ഈ പെട്ടിക്കകത്ത് എടാ നീ ഒരു സോഡ് എടുത്തൊന്ന് കൊണ്ടുവന്നേ നമ്മുടെ വില്ലേജിന്റെ സെന്ററിൽ. അബദ്ധത്തില് അറിയാണ്ട് ഒരു പിക്കാക്സ് ഒരു ആക്സും ഉണ്ടാക്കി. എന്തുകൊണ്ട് അയൺ കൊണ്ടൊക്കെ നീ എന്ത് വേണല്ലോ? അയണിന്റെ ഡയമണ്ട് കാര്യമായിട്ട് തന്നെ പറയുന്നു. പൊട്ടിപ്പിക്കടാ നമ്മുടെ കലം കുട്ടികള് എന്താ എനിക്ക് തീർക്കാനാണോ പറഞ്ഞാ പോലെ. ഇവന്മാരടിക്കും കുറെ എണ്ണമ്മ. നമ്മൾ ഇതിനെക്കാളും പവറായി ഇവിടെയാണ് പൊട്ടിയെ. അപ്പൊ നിങ്ങൾ വീട്ടിൽ കയറി ഇറങ്ങിക്കോ. വീട്ടിൽ കയറി ഇറങ്ങിക്കോ. ഏയ് അത് ഞാൻ ഇപ്പൊ പൊടിച്ചതാണ്. സംഗതി പൊടിച്ചായി മറ്റേൻ്റെ അവിടെ ഫാമിംഗ് ആനിൻ്റെ അവിടെ ഞങ്ങളുടെ മരം പോയില്ല. മരവാ പെട്ടെന്ന് മൈനിങ്ങിന് പറ്റിയ കുറച്ച് ഡയമണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുൾ സെറ്റ് ആർമർ ആവണം. ഞാൻ പോവാ ഇപ്പൊ തന്നെ. വാ എങ്ങനെ പോണേ? മൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. സ്ട്രിപ്പ് മൈനിങ്. അത് നല്ലതാണ്. ഞാൻ ആദ്യം വെച്ചു വുഡൻ ടൂൾസ് ആവട്ടെ. അങ്ങനെയില്ലേ ഇതുവരെ നമ്മളൊക്കെ പിന്നെ ഡയമണ്ടാ. നിന്റെ കുറച്ച് സ്റ്റോൺ ഉണ്ടാവും. സ്റ്റോണേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാ. പൊളിഞ്ഞ കോട്ട പോലുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സ്ഥലം തന്നെ. അതെങ്ങനെയെങ്കിലും അച്ഛനുണ്ട് അയാൻ വേണ്ടി മൈൻഡ് കിട്ടി. ഒരു 32 ഞാനൊരു ഫാർമസിനകത്ത് എന്താ സംഭവിക്കുക? ഇപ്പൊ എവിടെയാളാ? ഇവിടെ ആയിരുന്നു എന്റെ ഫോൺ. സെറ്റ് ചെയ്തോ എന്തോ ഇതിങ്ങനെ നൈസായിട്ട് പാര വെച്ചത് ആരും കത്തി. PVP ഡയമണ്ട് ആർമർ. എന്റെ ചേട്ടൻ കുറച്ച് ന്യൂബാണ് അല്ലേ? ന്യൂബാ പിന്നെ ഞാൻ പ്രോ ആണെന്നാണ് എന്റെ മനസ്സിൽ. ഈ മറ്റുള്ളവരുടെ കളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്ക് അത്ര ഇതില്ല. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. നമ്മുടെ ചേട്ടൻ മോഡൽ സ്ട്രൈക്കിലാണ് പ്രോ. നമ്മൾ മോഡൽ സ്ട്രൈക്കിന്റെ വീഡിയോ മോഡൽ സ്ട്രൈക്ക് അല്ല കോൾ ഓഫ് ഡ്യൂട്ടി തെറ്റി പോയി. എന്നെ വൈറലാക്കരുത്. കമന്റ് ബോക്സിൽ മൊത്തത്തിൽ മെയ്സാണ് നോക്കി നിലത്തൊന്ന് നിന്റെ സംഭവമൊക്കെ എന്റെ എന്തുവാണ് ഡയമണ്ട് എന്റെ കൈകിട്ടുണ്ടാക്കിയതോടെ അറിയാണ്ട്. അയൺ ടൂൾസ് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കുന്നു. ഈ വാള് നീ എടുത്തോ. ഈ വാള് വേണ്ട. കുറച്ച് അയൺ വേണ്ടേ? എനിക്ക് അയൺ വേണ്ടേ? അപ്പോഴല്ലേ മൈനിങ്ങിന് പോകുള്ളൂ. ഇവിടെ കുറച്ച് അയൺ ഉണ്ടാവണം. ടോർച്ച് അവിടെ ഫർണസിൽ സ്പെൻഡ് ആവുന്ന ഒരു സ്ഥലത്ത്. അവിടെ ഞാൻ സ്ട്രിപ്പ് മൈനാ ചെയ്യണേ. ഇഷ്ടമുള്ള അവിടെ നേരെ അടിക്കൂ. സ്ട്രിപ്പ് മൈൻ ഇല്ല. എന്നിട്ട് സ്ഥലമില്ല. മുംബൈക്ക് സ്ഥലം ഉണ്ടായിരുന്നു. അതാണ് അയൺ ഊച്ച വൈ ലെവൽ മറ്റേ 15 പോലെ പോകണേ. എൻ്റെ മോനെ എത്ര പിക്കാക്സ് പൊട്ടിക്കണം. ഞാൻ അത്ര ഇഷ്ടമൊന്നുമില്ല.
ചില ബ്ലോക്ക് വെച്ച് തരണം കിട്ടിയ ബ്ലോക്ക് വെച്ച്. അതെ എൻ്റെ ഇല്ല കിട്ടിയായും കിട്ടിയായും കിട്ടി. എത്ര വേണം? 2 സ്റ്റാക്ക് കിട്ടണം. അടുത്തത് കൊള്ളാം കഴിഞ്ഞ ഇരിക്കുന്നു. കോളല്ല അവിടെ ഇരിക്കുന്നത്, കള്ളൻ കോള്. നീ ഇപ്പൊ സ്പ്രിറ്റ് കൺട്രോൾ അല്ലടാ, സ്പ്രിറ്റ് കൺട്രോൾ പേരിനകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി അയ്യാ പിക്കിനടിച്ച ചാടി പറന്നടിച്ച പിക്കിന് പിക്ക് ചത്തുപോയി. എനിക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടായിരുന്നല്ലോ, നിന്റെ സ്റ്റിക്ക് ഉണ്ട്? സ്റ്റിക്ക് ഒരു 30 സംതിങ് സ്റ്റിക്ക് ഇല്ലേ? അത് തന്നെ കുറച്ച് സംഭവങ്ങൾ ഒരുപാട് കുറച്ച് ഞാൻ കുറച്ച് മരം കിട്ടിക്കോളാം. എന്താ എൻ്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. കിട്ടി 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 കുറച്ച് കിട്ടി. പക്ഷെ മറ്റേ ഡയലോഗ് പറയടാ. ഈ ഫോൺ കാടാണല്ലോ. പിന്നെ അല്ല ശിവങ്ക് മറ്റേ ഡബി അറിയാത്തോണ്ട. എടാ ഞാൻ സെറ്റ് സംഭവം കാണിച്ചു തരണ. നീ ഇങ്ങോട്ട് വാ, നീ കാണിക്കും മറ്റേ. നീ പോളിയാ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ പറയട്ടെ കാണിച്ചോ? ആ ഡബിയ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വായണ പെണ്ണാണ്. ബാക്കി അറിഞ്ഞൂടാ, വായുണ്ട്. ബാക്കിയൊക്കെ അറിയണമെങ്കിൽ ഞാനിപ്പോൾ ആരാവണം? ഓ അത്രയൊന്നും വേണ്ട, ഞാൻ കുട്ടിയായ മതി. 17 എന്താണ് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കു പോണേ? ഹൗ ടു പ്ലേ ഇത് എടുത്തോക്കാൻ പറ്റില്ല. ബെഡ് എടുത്തില്ലേ? 2 ബെഡ് ഉണ്ടല്ലോ. എൻ്റെ ഒരു ബെഡ് ഉണ്ടല്ലോ. ആയി മൾട്ടിപ്ലെയറിന്റെ കുഴപ്പമില്ല. നമുക്ക് സർവർ ഉണ്ടാക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് പോർക്കുണ്ട്, ഞാൻ ആ പോർക്ക് കുറച്ച് ഇതിലിട്ടെ.
ഞങ്ങളുടെ ഏട്ടൻ അയൺ പിക്കാക്സ് കൊണ്ട് ആറാടും. ഞാൻ കുറച്ച് റിച്ച് ആയി ഞാൻ ടൈം ഉണ്ടാവും. എടാ ഞാനേ ചെറുതായിട്ടൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. എന്നെ ഒന്ന് നോക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടാ. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാനില്ലേ ഓക്കെ നീ എന്നെ എന്ത് ചെയ്യും? നിനക്ക് പണ്ട് തൊട്ടൊരു ഷോ ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് ചുമ്മാ അറിയാലോ അടിച്ച് കൈത്തരും ഞാൻ. ഡയമണ്ട് ആക്സ് കൊണ്ടൊന്നും കാര്യമില്ല. എൻ്റെ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ഫോർ എ ഡി ഗെയിമിംഗ് വേൾഡ്. ആ ആ ആ ആ സബ് എ ഡി ഇടിച്ച് കൊല്ലി ഞാൻ പട്ടിച്ചക്ക. ഇത് ഭയങ്കര ഷോ ആണല്ലോ. എന്താ പറയണേ? സബ് ബീഡിയാ? സബ് ബീഡി നീ. ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോൾ എന്താ ചെയ്തേ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണൂടാ നിന്റെ. നീ ഇപ്പം എന്തൊക്കെ ചെയ്തിരുന്നു? ഞാനൊന്നും ചെയ്യില്ല. പേടിപ്പിച്ചു. ബ്രിച്ച് എനിക്ക് ഇഷ്ടമല്ല. ക്യാമൻ 18 ഇഷ്ടമല്ല. ബ്രിച്ച് ഡ്രീമൊക്കെ അവിടെ കിടക്കും. ക്യാമൻ 18 രാവ ഫുൾ ഉണ്ടായിപ്പ. പക്ഷെ അവൻ നല്ല ഗെയിം പ്ലേയാ. ഉണ്ടായിപ്പ എടാ. പക്ഷേ നമുക്ക് ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലാ? മറ്റേതില്ലേ അറിയില്ലേ? നോക്കടാ, ഇത്രയും വലിയ പന്നിയെ കൊണ്ട് ആകെ കിട്ടുന്നത് 2 ഇത്. ഒരു ബീഫിനെ കൊന്നാ കിട്ടുന്നത് 2. അതിപ്പോൾ എന്താണ് ഇതല്ലേ? ഒരു ബീഫിനെ കൊന്ന ഒരു കുടുംബത്തിന് മൊത്തം ഇരുന്ന് കഴിക്കാനുള്ള കിട്ടും. ഞാൻ കുറച്ച് ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പോർക്കിച്ചു മൊത്തം ഇടിക്കരുത്. ബെഡ് എടുത്തോട്ടോ അങ്ങോട്ട് പോകുമ്പോൾ അടിക്കുമ്പോൾ. പെട്ടെന്നാലും ഒറ്റോരോ നിലാടുമ്പോൾ ഓടിയിടല്ലേ മൂഞ്ചി. ആ ഞാനും മൈൻഡ് ചെയ്ത ആറാട്. ഡയമണ്ട് അല്ല വുഡ് എടാ. അതിന് സ്റ്റോണില്ലേ നീ ചെയ്തേ? എവിടെയാണ് മൈനിങ് തവള എവിടെയെങ്കിലും കുഴിച്ച് കഞ്ഞി അങ്ങ് തുടങ്ങി. എടാ അത് നേരെ ലാവി കാണിക്കോ? നമുക്ക് 2 പ്ലേറ്റ് നോക്കണം. നമ്മുടെ അയൺ ആർമർ ആവുന്നുണ്ട്. ഡയമണ്ട് ആവാണ്ട് മുമ്പത്തെ പോലെ തന്നെ. നമുക്ക് എന്തുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു പോകാം? നല്ല ഐഡിയ. അത് വീണ് ചാവാല്ലേ? സ്റ്റെയർ ആയിട്ടാണോ കുഴിക്കണത്? അല്ല ഡയറക്റ്റ്. നല്ല ആർഡർ ടൈപ്പ് അല്ല. പിന്നെ വെള്ളമാണ്. ആ വെള്ളമില്ല. ഞാൻ മറ്റേതാ കഴിഞ്ഞ ബ്ലോക്ക് വെച്ച് തരാം. അയ്യോ ഞാനിപ്പോ
നിനക്കത് ചെയ്താൽ മതി നമുക്ക് കൊച്ചനെ. ഞാനും വരണ്ട ഡീഗിൻ്റെ കൂടെ. എടാ ചാടി എങ്ങനെ ഇരിക്കാണ്? എന്തുവാടാ നീ ഇങ്ങനെ കാണിച്ചു തരാം. വൂൾ MLG. എടാ കൂടെ കൊണ്ടായിരിക്കും ചാവൂടാ. മാർക്കോ പറ്റില്ലടാ. ഇങ്ങനെ അങ്ങോട്ട് നിൽക്കടാ. കുയിക്ക് ഞാനിപ്പോ എന്തിനാ പോ അടിപൊളി ഡിസ്പ്ലേ പിടിക്കോ? നമ്മളിത് മൊത്തം പവറാണ്. പവർ തന്നെ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ചാവല്. ഞാനും അടിയിൽ നിൽക്കട്ടെ. നീ ഇപ്പൊ എവിടെയാണ് നിൽക്കണേ? എന്ത് ചാടി നീ? ബെഡൊക്കെ എടുത്തല്ലോ. അയ്യോ ബെഡിന്റെ നീ പോയല്ലോ. ഞാനപ്പോൾ അടിയിലെത്തണോടാ. നീ ഇപ്പോൾ നമ്മളത് ഇവിടെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്തു. ഈ ഇടയിൽ മൊത്തം നെറ്റ് ഇഷ്യൂ അല്ലേ? നമ്മൾ നെറ്റ് കൊടുക്കാതെ വീക്കാണ് കഴിയും. മോളാണെന്നുണ്ട് എന്ത് കാര്യം, നമ്മുടെ വൈഫാണെന്നുണ്ട് എന്ത് കാര്യം. ഒന്നും വലിക്കണില്ല. വലിയോടെ വലി. ഇപ്പോൾ ബെഡ് എടുത്തു. കിട്ടിയാ കളഞ്ഞിട്ടെടുക്കണം. ഞാൻ എൻ്റെ ചേട്ടനെ കയറ്റിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ നെറ്റ് ഇഷ്യൂ കുറച്ചൊന്നും വരുമായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ അതേ അടിയിലെത്തി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഡീഫ്ലൈറ്റ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊട്ടണല്ലേ സ്ലീപ്പ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ട ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ബെഡ് റോക്ക് ലെവലിലെത്തിയ ഡയമണ്ട്. ഇത് റെഡ് സ്റ്റോൺ എടുത്തോ. ഞാൻ ഇതൊക്കെ എടുത്തോ. റൂബിയാടാ റൂബി. നീ പോയാ അപ്പം നീ തോന്നുന്നു. ഫുഡാ എന്നാ 12 ബാക്കി എങ്ങനെയാ ലാഡ് ഉണ്ടാക്കി. ഞാൻ അപ്പോൾ ഡയറക്റ്റ് പോവാ. അപ്പോൾ ഗൈസ് ഇനി അവരെ ഡയമണ്ട് കിട്ടിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് നമ്മുടെ ചേട്ടന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ മൈൻഡ് ചെയ്യാം. ഞാൻ എടുത്തു എൻ്റെ ഡയമണ്ടാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ ആദ്യത്തെ എൻ്റെ ചേട്ടനെടുത്ത് അപ്പോൾ അടുത്തെങ്കിലും ഞാൻ എടുക്കണം. നോക്കൂ ഞാൻ ഇത്രയും പോയി എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ചേട്ടന് അടുത്ത ഡയമണ്ട് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുവാണെങ്കിൽ ഡയമണ്ട് ഒക്കെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടായിക്കോട്ടെ. പൊട്ടിയാ നന്നാ കുറേ ഞാൻ എടുത്തില്ലേ. എൻ്റെ ഇല്ല. നമ്മളതിൻ്റെ മുകളിൽ നമ്മുടെ ചേട്ടന് വീണ്ടും അടുത്ത് നമ്മളെ ചേട്ടൻ അടിച്ച് കയറി. മിക്കവാറും മുമ്പത്തേൽ ഞാനാണ് ആദ്യം ഡയമണ്ട് ആർമറായി.
ഈ വീഡിയോ കുറേ ലോങ് ആവും മിക്കവാറും. അപ്പോൾ ഗായ്സ് നോക്ക് ഗായ്സ്, ഇപ്പം എന്താണ് കാണുന്നത് ഗായ്സ്? അതുകൊണ്ടോ ഗൈസ് അറ്റം വരെയും നമ്മൾ ചെയ്തു ഗൈസ്. കിട്ടിയ ഡയമണ്ട് എത്രയായിരിക്കും? അത്രയൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിൽ പോയിട്ട് കാണിക്കാം. അത് മുകളിൽ പോയി കാണിക്കാം കേട്ടോ ഗൈസ്. അതൊക്കെ പക്ഷെ ഞാൻ മുകളിൽ പോയിട്ട് വരാം. പക്ഷേ അപ്പോൾ ഗൈസ് അതെന്താ മുകളിൽ എത്താത്ത? പക്ഷേ കോപ്പ് എന്താ മുകളിലെത്തി. ഹെൽമെറ്റ് ഇട പൊട്ടാൻ. നീയാണ് അനങ്ങാത്തെ. എനിക്ക് ഇതടിക്കാൻ പറ്റുന്നുണ്ട്. നീയാണ് അനങ്ങാത്തെ. പോയി ഞാൻ ഇൻട്രോ പറഞ്ഞു പോട്ടാ. ഓക്കെ. ഹലോ അല്ലല്ല, ഇൻട്രോ മാറിപ്പോയി. അപ്പോൾ നമുക്ക് എത്ര ഡയമണ്ട് കിട്ടിയെന്ന് അറിയണ്ടേ? 9 ഡയമണ്ട്. അപ്പോൾ ഗൈസ് 9 ഡയമണ്ട് മാത്രമല്ല, കുറച്ച് കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചേട്ടൻ്റെ ഉള്ള എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എത്ര ഡയമണ്ട് കിട്ടിയെന്ന് അറിയോ? അമോനേഷൻ. ഓറ് മാത്രമല്ലേ ഇടണ്ടേ? നമുക്ക് ഇതാ കിട്ടിയ ഗൈസ്. കുറേ കഷ്ടപ്പെട്ടു. എന്താ ഗൈസ്, 1 മണിക്കൂറിൻ്റെ അടുത്തുള്ള ഇതാണ് ഗൈസ്. ഞാൻ തുടങ്ങി. അപ്പോൾ പൈസ നമുക്ക് ആകെ 11 ഡയമണ്ട്. എവിടെ നിനക്കുണ്ടാ? ടൂൾസാ കാണിച്ച്. ഇത് ഞാൻ എടുത്ത്. ശരി, 11 അവന് കിട്ടിയത്. എനിക്ക് ഇതുകൊണ്ട് ഞാൻ 6 ഉണ്ടാക്കി. അതെങ്ങനെയാടാ? ഞാൻ അറിഞ്ഞില്ലല്ലോ കിട്ടിയത്. കള്ളൻ. നമുക്ക് കനിയനൊന്നും വേണ്ടല്ലേ? പിന്നെ കുറച്ച് അവർ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടല്ലേ ഇട്ടത്. എനിക്കെന്തിനാണ് ഞാൻ പെറുക്കിയെടുത്ത് അമ്മാതിരി കഷ്ടപ്പെട്ട് കുറെ കിട്ടിയത്. ഇത്രയും ചവറാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. എനിക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പൊ ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കണം അല്ലേ? അടുത്ത വീഡിയോ നമുക്ക് ഫുൾ ഡയമണ്ട് ആവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഓഫ് ക്യാമറയും മൈൻഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അല്ലാണ്ട് വീഡിയോ എടുത്ത് മൈൻഡ് ചെയ്യാൻ അടിയിൽ നമുക്ക് ലാഡറൊക്കെ സെറ്റ് ചെയ്യണം. ഒരു പ്രോപ്പർ ആയിട്ടൊരു മൈനിങ് സെറ്റപ്പ് നമുക്കിവിടെ ഉണ്ടാക്കണം ഗൈസ്. പിന്നെ ഇത് നമ്മുടെ മൈനിങ്ങിന്റെ സ്ഥലമായിട്ട് കൂട്ടാം ഗൈസ്. ഇത് ഇതിന്റെ അപ്പുറത്ത് നമുക്ക് സെറ്റ് ബേസ് ഒക്കെ ഉണ്ടാക്കണം ഗൈസ്. പിന്നെ പവർ ഗൈസ് ഞാനും ഇനി ഉണ്ടാവും ചെറുതായിട്ട്. പറയട്ടെ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ അടിക്കണം ഗൈസ്. ബെൽ ബട്ടൺ അടിച്ചൊന്ന് പൊട്ടുന്നു. ബൈ. ഇറങ്ങി പോടേ.